أعوذ بالله السميع العليم من الشيطان الرجيم فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തേക്ക് മനുഷ്യനെ പറഞ്ഞേക്കുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെയെല്ലാം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ഒരു കാലത്തും നിങ്ങളോടുള്ള ശത്രുതയുടെ തീവ്രത കുറഞ്ഞു പോകാത്ത, സദാസമയവും നിങ്ങളെ വഴിപിഴപ്പിക്കാൻ സജ്ജനായി നിൽക്കുന്ന ഇബ്ലീസും അവന്റെ പടയാളികളും, അവൻ നിങ്ങളുടെ ശത്രുവാണെന്നും അവനെ സംബന്ധിച്ച് ശക്തമായ ജാഗ്രതയും ശ്രദ്ധയും അവന്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നിതാന്തമായ ശ്രദ്ധയുമൊക്കെ ഉണ്ടായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പരിശോധിച്ചാലും ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ കണഞ്ഞ് ശ്രമിക്കുമെന്നതിനെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളും അവന്റെ കെണിയിൽ വലയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളിലും വഴിതെറ്റിക്കുവാനുള്ള ശ്രമം തീവ്രമായി അവൻ തുടരും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം, പാനീയം, ഉറക്കം, നമ്മുടെ മറ്റു ഇടപെടലുകൾ, ഇതിലെല്ലാം ഫിത്നയുണ്ടാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ധാരാളം ഹദീസുകൾ കാണാം. അതിലൊന്നാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഇന്ന ശൈത്വാന യഹ്ദുറു അഹദക്കും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനി. മനുഷ്യന്റെ ഓരോ സന്ദർഭങ്ങളിലും ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക പോലെയുള്ള അവിടെ നിന്ന് അങ്ങോട്ട് മുതൽ താഴെയുള്ളതുമായ മുഴുവൻ സന്ദർഭങ്ങളിലും അവൻ നിങ്ങളെ തെറ്റിക്കാൻ സന്നിഹിതനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രബലമായ ഒരു ഹദീസാണ്. സമാനമായ ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അവൻ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭം മരണവേളയാണ്. മരണവേളയിൽ പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ ഏറെ ശ്രമിക്കുമെന്നും ആയത്തുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഒരു വ്യക്തിയുടെ മരണാസന്ന വേളയിൽ, ആ സന്ദർഭത്തിൽ അവനെ വഴിതെറ്റിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുമെന്ന് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇഹലോകത്ത് നിന്നുള്ള അവസാന നിമിഷങ്ങൾ, അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങൾ, ആ അന്ത്യനിമിഷങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള റഹിമഹുള്ള പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, വാപ്പ അഥവാ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹം മരണവേളയിൽ പല സന്ദർഭങ്ങളിലും ബോധരഹിതനായിട്ടുണ്ട്. ബോധം തെളിയുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് ലാബാദ്, ഇല്ല ഇല്ല, ഇതുവരെയും ആയിട്ടില്ല എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മകൻ ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം നൽകിയ വിശദീകരണം, പിശാചി എന്നോട് എന്റെ മനസ്സിൽ വന്ന് ഇട്ടുതരുന്നൊരു ദുർബോധനം, അഹ്മദ് ഫുത്തനി, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണല്ലോ, നിന്നെ ഫിത്തനയിലാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നാണ് അവൻ മന്ത്രിക്കുന്നത്. അപ്പൊ അതിനോടുള്ള പ്രതികരണമാണ്, ഇല്ല, രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. കാരണം എന്റെ ശരീരത്തിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പ് ഉണ്ട്. ഞാൻ ഇഹലോകത്തോട് പൂർണ്ണമായും ഇട പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയും വഴിതെറ്റിക്കുവാൻ എനിക്ക് അവസരമുണ്ട്. രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞതായി ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും, അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ തശഹുദ്, സലാം, ഇതിനൊക്കെ ശേഷം 4 കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഖബറിൽ നടക്കുന്ന പരീക്ഷണം, അതുപോലെ ജീവിത മരണങ്ങളിൽ ഉണ്ടാകുന്ന, ജീവിതത്തിലും മരണവേളയിലും ഉണ്ടാകുന്ന പരീക്ഷണം, മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണം, ഇതിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, മൗത്തിന്റെ വേളയിൽ ഉണ്ടാകുന്ന പരീക്ഷണം എന്നതിന്റെ ഒരു ഉദ്ദേശ്യം അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചെല്ലൽ നിർബന്ധമാണെന്ന് വരെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഋജുവായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഋജുവായ മാർഗത്തിൽ, മുസ്തഖീമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോടോ ചാഞ്ഞു പോയാൽ അവന് തീർച്ചയായും വ്യതിയാനത്തിൽ ചെന്ന് ചാടും. അവന്റെ പാരത്രിക ജീവിതം അപകടത്തിലാകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കുകയും വേണ്ട. വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദിന്റെ 112-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക്, താങ്കളും താങ്കളോടൊപ്പം തൗബ ചെയ്യുന്നവരും താങ്കൾ കൽപ്പിക്കപ്പെട്ട പോലെ നിലകൊള്ളുക, ശരിയായ വഴിയിൽ നിലകൊള്ളുക. വലാ തതഗൗ, അതിരിവിട്ട് പ്രവർത്തിക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി കാണുന്നവനാണ്. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അശഖു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ ഏറ്റവും അധികം ഞങ്ങൾക്ക് പ്രയാസം ഭയപ്പെടുത്തിയിരുന്ന വചനമാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, മഹാനായ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു വചനം ഈ ഒരു വചനമാണ്. കാരണം അല്ലാഹു തആല പറയുന്നത്,
എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിലകൊള്ളണമെന്നാണ്. നമ്മുടെ ആരാധനകൾ അല്ലാഹു തആല കൽപ്പിച്ച വിധം, നമ്മുടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും ഇടപെടലുകളും നമ്മുടെ മുഴുകാര്യങ്ങളും അല്ലാഹു തആല കൽപ്പിച്ച അതേപോലെയാകണം. അപ്പൊ അവർ ഭയപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ തന്നെ ആകുന്നില്ലേ, അവൻ കൽപ്പിച്ചതുപോലെ അവൻ പറഞ്ഞതുപോലെ ചെയ്തെങ്കിലേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവന്റെ കൽപ്പനക്കെതിരായി എന്തെങ്കിലും നേരിയ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടോ എന്നതാണ് അവർ ഓരോരുത്തരും ഭയപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതും. ഹദീസിൽ കാണാം, നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അനുചരൻ നമസ്കരിച്ചു വന്ന് നബിയുടെ അടുക്കൽ ഇരിക്കുന്നു. ആ സഹാബിയോട് റസൂൽ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നമസ്കരിച്ചു വാ, നീ നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും പോയി നമസ്കരിക്കുന്നു. അപ്പോഴും റസൂൽ ഇത് തന്നെ പറയുന്നു. 3 തവണ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു. നമസ്കരിച്ചു വരുന്ന ഒരാളോടാണ് പറയുന്നത്, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല കൽപ്പിച്ച വിധത്തിലുള്ള നമസ്കാരമായിരുന്നില്ല, മുസ്തഖീമായ ഒരു നമസ്കാരമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. ഈ ഹദീസ് മുന്നിൽ വെച്ച് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, ഇങ്ങനെ ആയിരുന്നില്ല നിന്നോട് ഞാൻ നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല. ഈ വിധത്തിലല്ല നിന്നോട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, ഈ വിധത്തിലല്ല സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നത്, ഈ വിധത്തിലല്ല ദിക്റുകൾ ചെല്ലാൻ പറഞ്ഞിരുന്നത്, ഈ വിധത്തിലല്ല സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇതൊന്നും സ്വീകാര്യമല്ല, ഇത് തിരസ്കരിക്കപ്പെടുന്നതാണ്, പ്രതിഫലമില്ല നിനക്ക് എന്നെങ്ങാനും അല്ലാഹു തആല പറഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് നമ്മുടെ കർമ്മങ്ങളുടെ കേടുപാടുകൾ തീർത്ത് രണ്ടാമതും അങ്ങോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല, അവസരമില്ല. അതുകൊണ്ട് തന്നെയാണ് പൂർവികർ ഈ ആയത്ത് ഏറ്റവും അധികം ഭയപ്പെട്ടത്. ഞാൻ ചെയ്യുന്ന കാര്യം അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ തന്നെയാണോ, അതിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ എന്ന അങ്ങേയറ്റത്തെ ഭയം അവരെ പിടികൂടാനുള്ള അടിസ്ഥാനപരമായ കാരണം ഇതാണ് എന്ന് പ്രസ്തുത ആയത്തിന്റെ വിവരണ വേളയിൽ പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ അഖീദ, അത് മുതൽക്ക് നമ്മുടെ വേഷവിധാനം, നമ്മുടെ വാക്ക്, പ്രവൃത്തി, നമ്മുടെ സ്ഥിതിവിശേഷങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്കനുസരിച്ചാണോ അല്ലേ എന്നത് ഇടക്കിടക്ക് നമ്മൾ എന്നല്ല ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടുന്ന കാര്യമാണ്. എപ്പോഴെങ്കിലുമല്ല, നിരന്തരമായി നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ആത്മവിചാരണ എന്ന് പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ ആകത്തുകയാണ്. ദീനുമായി ബന്ധപ്പെട്ട മുഴുമേഖലകളിലും അതുണ്ട്. അല്ലാഹുമായുള്ള ബന്ധത്തിൽ ഇത് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യുദ്ധരംഗം, അന്ന് ഒരാള് സ്വഹാബികളൊക്കെ പിന്നിലാക്കുന്ന വിധത്തിലുള്ള തിളക്കമേറിയ പ്രകടനം യുദ്ധരംഗത്ത് കാഴ്ചവെച്ചു. സ്വഹാബികളൊക്കെ പറഞ്ഞു, ഇന്ന് മുഴുകൂലിയും ഇദ്ദേഹം കൊണ്ടുപോകും, ഇദ്ദേഹത്തിനായിരിക്കും ഇന്നത്തെ കൂലി മുഴുവൻ കിട്ടുക എന്ന് പറയാൻ മാത്രം വലിയ ത്യാഗമാണ് അദ്ദേഹം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, അയാൾ നരകത്തിലാണ്. ഇത്രമേൽ വലിയ ത്യാഗം സഹിച്ച് യുദ്ധം നിർവഹിച്ച, ശത്രുപടയെ വെട്ടി നിരത്തിയ ഒരാളെ കുറിച്ച് റസൂൽ പറയാൻ, അയാൾ നരകത്തിലാണ്. എന്താണ് കാരണം? കാരണം പിന്നീട് സ്വഹാബികൾക്ക് മനസ്സിലായി, ആ യുദ്ധത്തിലേറ്റ ഒരു മുറിവ്, അതിന്റെ വേദന സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ശത്രുപക്ഷത്തു നിന്ന്, ശത്രുവിന്റെ പക്കൽ നിന്ന് ഏറ്റിട്ടുള്ളൊരു മുറിവ്, ശത്രുവിന്റെ വെട്ടേറ്റ് തന്റെ ശരീരത്തിലുണ്ടായ ആഴമേറിയ ഒരു മുറിവ്, അതിന്റെ വേദന സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു.
നോക്കൂ നിങ്ങൾ, ഇതുവരെ നിർവഹിച്ച പ്രകടനം, ആ ത്യാഗങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന വിധത്തിലായിപ്പോയി. ഇതിനർത്ഥം അദ്ദേഹം കാലാകാലം നരകത്തിലാണ് എന്നല്ല. അവിടെ മുസ്തഖീമായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ്. അതുവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന വ്യക്തിക്ക് ഈ മുറിവിന്റെ വേദന കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സഹിക്കുകയാണ്, ഈ ഒരു അവസാന നിമിഷം ഞാൻ അവൻ വിരോധിച്ച കാര്യങ്ങളിലേക്ക് ചാഞ്ഞു പോകാതെ ഇതിന്റെ വേദന സഹിച്ചുകൊണ്ട് ഞാനൊരു ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തീരുമാനിക്കാനോ അങ്ങനെ ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം നരകത്തിൽ പോയി ചാടുന്നത്. നോക്കൂ നിങ്ങൾ, അത് വേണം. നമ്മുടെ ജീവിതത്തിലെ ശ്വാസം നിലക്കുന്നതുവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, സൃഷ്ടികളുമായുള്ള ബന്ധവും കൂടെ ശരിയാകാം. സ്രഷ്ടാവുമായി മാത്രമുള്ള ബന്ധമല്ല, സൃഷ്ടികളോടുമുള്ള ബന്ധം ശരിയാകണം. അവിടെയും ഇസ്തിഖാമത്തുണ്ട്. ചുരുക്കി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെ കുറിച്ച്, അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സുന്നത്ത് നോമ്പുകൾ ധാരാളം അനുഷ്ഠിക്കുന്നവരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ അവരുടെ ഒരുപാട് ഗുണഗണങ്ങൾ, അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിരത്തിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അവൾ നരകത്തിലാണ്. എന്താണ് കാരണം? അതിന് കാരണം തുഉദി ജിറാനഹ, അവൾ അവളുടെ അയൽവാസികളെ ഉപദ്രവിക്കുന്നവളായിരുന്നു. അഥവാ സൃഷ്ടികളോടുള്ള ബന്ധം ശരിയല്ല എന്നർത്ഥം. ഇബാദത്ത് ധാരാളമായി ചെയ്യുന്നുണ്ട്, രാത്രി ദീർഘമായി നമസ്കരിക്കുന്നുണ്ട്, പകൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് അള്ളാഹുവിനുള്ള ബാധ്യത കൃത്യമായി നിർവഹിക്കുന്നവർ, മറുവശത്ത് സൃഷ്ടികളോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവൾ നരകത്തിലാണ്. നോക്കൂ നിങ്ങൾ, സൃഷ്ടികളുമായുള്ള ബന്ധം കൂടെ ശരിയാവേണ്ടതുണ്ട്. ഇതിന്റെ തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, വേറൊരു വനിത, അവർ ഫറലായ നമസ്കാരങ്ങൾ മാത്രമേ നമസ്കരിക്കുന്നുള്ളൂ. അല്ലാഹു തആല കൽപ്പിച്ച ഫറലായ കാര്യങ്ങൾ മാത്രം, ഫറലായ നോമ്പ്, ഫറലായ നമസ്കാരം, ഇങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. പക്ഷെ അവൾ അയൽവാസികളോടോ മറ്റുള്ളവരോടോ യാതൊരു വിധത്തിലുള്ള ഉപദ്രവം കലർന്ന പെരുമാറ്റം അവളിൽ നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗാവകാശിയാണ്. ഇവിടെ ഈ സ്ത്രീ, ഈ മഹദി, അള്ളാഹുവിനുള്ള ബാധ്യത അത് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള ബാധ്യതയും ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ഋജുവായ അല്ലെങ്കിൽ പരിക്ക് പറ്റാത്ത ഒരു മുസ്ലിമാണെന്ന് പറയാൻ പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഇടപെടലുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും, മുഴുമേഖലകളിലും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒറ്റ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേഷവിധാനത്തിലും നമ്മുടെ സാമ്പത്തിക മേഖലകളിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഹദീസ് നമുക്ക് മനഃപ്പാഠമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. 4 കാര്യങ്ങളാണ് റസൂലുള്ളാഹി പറയുന്നത്. നാളെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു തആല സംസാരിക്കാത്ത, ദാക്ഷിണ്യത്തോടുകൂടെ നോക്കാത്ത, സംസ്കരിക്കാത്ത, വേദനാജനകമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന 3 വിഭാഗം ആളുകളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് അൽ മുസ്ബിൽ, ഒന്ന് ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന പുരുഷന്മാർ. അവിടെ വേഷവിധാനത്തിൽ ഇസ്തിഖാമത്തില്ല എന്നർത്ഥം. അവന്റെ വേഷവിധാനം എങ്ങനെയായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ വേഷം, ഒരു പുരുഷന്റെ വേഷം, അവന്റെ വസ്ത്രം ഒരിക്കലും
ഞെരിയാണിക്ക് താഴെ ഒരിക്കലും പോകാത്ത രീതിയിൽ ആയിരിക്കണം അവൻ വസ്ത്രം ധരിക്കേണ്ടത്. നിസ്കരിക്കുമ്പോൾ ആളുകൾ കയറ്റിവെക്കും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരത്തിൽ ഞെരിയാണിക്ക് മീതെ വസ്ത്രം കയറ്റിവെക്കും. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ താഴ്ത്തിയിടുകയും ചെയ്യും. ഇതൊക്കെ ഒരു കപട ഇസ്തിഖാമ എന്നേ അതിന് പറയാൻ പറ്റും. അതല്ല, ഒരു വിശ്വാസിയുടെ അവന്റെ വേഷവിധാനം അത് മുഴു സമയത്തും ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാകണം. സഹോദരിമാരുടെ പെൺമക്കളുടെയും വേഷവിധാനം സമാനമാണ്, പറഞ്ഞതിനെതിരെയാണ്. മക്കൾ ഇങ്ങനെ തലയും തുറന്നിട്ട് നടക്കുകയും അവർക്ക് അങ്ങനെ തുറന്നിടാൻ പാകത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കൾ പണം കൊടുത്ത് നരകം വാങ്ങിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച നഗ്നകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ വേഷവിധാനത്തിൽ ഇത് വേണം. രണ്ടാമത് റസൂലുള്ളാഹി അതിൽ പറഞ്ഞത് വൽ മന്നാൻ, ചെയ്തു കൊടുത്ത നന്മകൾ എടുത്തു പറയുക. നമ്മൾ ഒരാളെ സഹായിച്ചത്, ആ വ്യക്തിയെ നമ്മള് നിന്നെ ഞാൻ സഹായിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അവനൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. നമ്മുടെ സഹായം പറ്റിയ ഒരാള് നമ്മൾ അവനോട് നിന്നെ ഞാൻ ഈ വിധത്തിൽ സഹായിച്ച ആളല്ലേ എന്ന് പറയുമ്പോൾ കേട്ടിരിക്കാനേ സാധുവിന് സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് മഹാപാതകമാണ്. അത് ചെയ്യുന്ന ആളുടെ ഈമാനിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വൽ മുൻഫിഖു സിൽഅതഹു ബിയമീനിൻ കാദിബ, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നവൻ. അത് സാമ്പത്തിക മേഖലയിൽ വരുന്ന ക്രമക്കേടുകളാണ്. അവന്റെ ഇസ്തിഖാമത്തിനെ തിരിഞ്ഞുകുത്തുന്ന മേഖലയാണ് അത്. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് വല്ലാഹി ഹാദാ അസ്ലി, അല്ലാഹ് തന്നെയാണ് സത്യം, ഈ സാധനം ഒറിജിനൽ സാധനമാണ് എന്ന് പറഞ്ഞ് തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപഭോക്താവിനെ അള്ളാഹുവിന്റെ പേര് പിടിച്ച് സത്യം ചെയ്ത് ചരക്കുകൾ വിൽപ്പന നടത്തി അവനെ വഞ്ചിക്കുന്നത് സാമ്പത്തിക മേഖലയിലുള്ള ക്രമക്കേടും മഹാപാതകവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് ചെറിയ പാപമല്ല. റസൂൽ പറഞ്ഞ 4 കാര്യങ്ങളാ. ഇത്തരം ആളുകൾ അല്ലാഹു തആല നോക്കുകയോ സംസാരിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യില്ല. അതിന് പുറമെ അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ചെറുപാപങ്ങളെ കുറിച്ച് വരില്ല. മഹാപാപങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയും. എരിയാണെങ്കിൽ താഴെ മനഃപൂർവ്വം ഒരു പുരുഷൻ വസ്ത്രം താഴ്ത്തിയിട്ടാൽ അത് മഹാപാപമാണ്. തൗബ ചെയ്യണം. നമസ്കാരം കൊണ്ടോ ഉംറ കൊണ്ടോ നോമ്പ് കൊണ്ടോ ജുമുഅ കൊണ്ടോ ഇത്തരം പാപങ്ങൾ പുറത്തു കിട്ടില്ല. ഇത്തരം നമസ്കാരം, നോമ്പ്, ഹജ്ജ്, നോമ്പ് അതുപോലുള്ള ദാനധർമ്മങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെറുപാപങ്ങൾ. മഹാപാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ തൗബ ചെയ്യുക തന്നെ വേണം. എങ്കിലേ അല്ലാഹു തആല അത് പുറത്തു തരികയുള്ളൂ. അതുകൊണ്ട് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മുഴുമേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അഥവാ മുസ്തഖീമായി ജീവിക്കണമെന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ദീനിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം സാംശീകരിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, നേരെ ചൊവ്വേ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ ആകത്തുകയാണ്. ദീൻ മൊത്തം അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളാണ് വിലയിരുത്തേണ്ടത്. എന്റെ വഴി, ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന വഴി, എന്റെ വേഷവിധാനം, എന്റെ അഖീദ, എന്റെ നമസ്കാരം, എന്റെ സ്വലാത്ത്, ഖുർആൻ പാരായണം, അങ്ങോട്ടെല്ലാ കാര്യങ്ങളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധത്തിലാണോ അല്ലേ എന്നത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. എന്നും നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കണം.
ഒരു കച്ചവടക്കാരനാണെങ്കിൽ അന്ന് അവന്റെ കച്ചവടത്തെ കുറിച്ച് വിലയിരുത്തുമല്ലോ. ഇതേപോലെ നമ്മുടെ പാരത്രിക ജീവിതത്തിൽ വിജയം ലഭിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങളിൽ എവിടെയൊക്കെയാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് എന്ന് സൂക്ഷ്മമായി ഓരോ ദയയും വകവെച്ചു കൊടുക്കാതെ നമ്മൾ നമ്മെ തന്നെ കർശനമായി നമ്മൾ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇതേ രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. ഇങ്ങനെ ഒരാൾ മുന്നോട്ട് പോയാൽ അതുകൊണ്ട് കിട്ടുന്ന ബഹുമുഖ നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നമുക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാവും. മുസ്തഖീമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം എന്ന ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാൻ, തീർച്ചയായും പുണ്യവാളന്മാർ, പുണ്യാത്മാക്കൾ അവർ അനുഗ്രഹീതമായ ഒരവസ്ഥയിലാണ്. ഫുജ്ജാറുകൾ, തമ്മാടികൾ അവർ ജഹന്നമിലുമാണ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, പരലോകത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് ഇഹലോകത്ത് വെച്ച് തന്നെ ഒരു സ്വർഗവും നരകവുമുണ്ട്. ഇവിടെ തന്നെ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം എന്ന് പറയുന്നത് മുസ്തഖീമായി ജീവിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനമാണ്. ഒരാൾ മുസ്തഖീമായി ജീവിച്ചാൽ അവൻ ഇവിടെ തന്നെ നല്ല സമാധാനം കിട്ടും. അത് ഇഹലോകത്തുള്ള സ്വർഗമാണ്. ഇഹലോകത്തുള്ള ഈ സ്വർഗത്തിൽ പ്രവേശിക്കാതെ പരലോകത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഒരു നരകമുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ, അവന്റെ സകലമാന കൽപ്പനകൾക്കും പുറംതിരിഞ്ഞു നിന്ന് ജീവിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസികമായ ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയാണ് ഇവിടെയുള്ള നരകം എന്ന് പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, എത്ര കണ്ട് ദുന്യാവിൽ മുസ്തഖീമായി നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതനുസരിച്ചാണ്, അതിന്റെ തോതനുസരിച്ചാണ് നാളെ സിറാത്തിൽ, നമ്മൾ സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് പാലം എന്ന് നമ്മൾ സാധാരണ പറയുന്ന സിറാത്ത് പാലം ഉണ്ടല്ലോ, ആ സിറാത്തിൽ ഒരാളുടെ കാല് ഉറക്കുന്നത് നരകത്തിന്റെ കുറുകെയുള്ള ഒരു പാലമാണ് സിറാത്ത്. അതിന്റെ താഴെ നരകമാണ്. അതിലൂടെ കടന്നിട്ട് വേണം സ്വർഗത്തിലെത്താൻ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇവിടെ ഈ മുസ്തഖീമായ പാതയിൽ എത്ര കണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുന്നുവോ അതനുസരിച്ചാണ് സിറാത്തിൽ നമ്മുടെ കാലുറക്കുക. ഇവിടെ നമുക്ക് വീഴ്ച സംഭവിച്ചാൽ അതിൽ നിന്ന് താഴെ വീണ് നരകത്തിൽ പോയി പതിക്കും. ഇവിടെ എത്ര കണ്ട് മുസ്തഖീമായ പാതയിൽ ഉറച്ചു നിന്നോ അതിനനുസരിച്ചാണ് സിറാത്തിന്റെ മീതെ നമ്മുടെ കാലുറക്കുക. ഇവിടെ അതിൽ നിന്ന് വ്യതിചലിച്ചവൻ നാളെ ആ സിറാത്തിൽ നിന്നും വ്യതിചലിക്കും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കേവലം ഒരു പണ്ഡിതാഭിപ്രായമായി കാണേണ്ടതില്ല. കൃത്യമായ പ്രമാണങ്ങളുടെ പിന്തുണയുള്ള ഒരഭിപ്രായ, ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മുസ്തഖീമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഇഹലോകത്ത് സമാധാനം കിട്ടും എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇവിടെയുള്ള രാജാക്കന്മാർ ദീർഘകാലം ജയിലിൽ കിടന്ന് ജയിലിൽ വെച്ച് തന്നെ മരിച്ചിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം. ജയിലിൽ ഉണ്ടാകുന്ന അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ ജയിൽവാസം ദീർഘമായി അനുഭവിച്ച ഒരു മഹാൻ പറയുകയാണ്, ഞാൻ അനുഭവിക്കുന്ന മനസ്സമാധാനം ഇവിടെയുള്ള രാജാക്കന്മാരും രാജപുത്രന്മാരും അറിയുകയും എന്നിട്ട് എന്റെ മനസ്സമാധാനം യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, യുദ്ധം ചെയ്തിട്ടെങ്കിലും അതവർ പിടിച്ചെടുക്കുമായിരുന്നു. ഒരാളുടെ മനസ്സമാധാനം മറ്റാൾക്ക് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാനൊന്നും കഴിയില്ല. ശൈഖുൽ ഇസ്ലാം പറയുന്നതിന്റെ ഉദ്ദേശ്യം, ഒരു രാജാവും രാജ്ഞിയും രാജകുമാരനും അനുഭവിക്കാത്ത അത്ര മനസ്സമാധാനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു ജയിൽ കിടന്നിട്ടുള്ള ആള്, ഒരു മഹാനാണ് ഈ പറയുന്നത്. എന്താ കാരണം? അദ്ദേഹം എവിടെയായിരുന്നാലും, ജയിലിലോ ജയിലിന് പുറത്തോ എവിടെയായിരുന്നാലും ശരിയായ റൂട്ടിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം വ്യതിചലിച്ചു പോകാറില്ല. അതുവഴി കിട്ടുന്ന ഒരു ആശ്വാസമാണ്, ഒരു റാഹത്താണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, നമുക്ക് ശത്രുവിനെ കുറിച്ചുള്ള ഭയമില്ലാതെയാകും. ശത്രു മനസ്സിൽ അല്ലാഹു തആല
ഭയമിട്ട് കൊടുക്കും. നമ്മൾ ശരിയാമിതം അള്ളാഹുവിനെ മാത്രം പേടിക്കേണ്ടത് പോലെ പേടിച്ച് ജീവിച്ചാൽ ശത്രുക്കൾക്ക് നമ്മുടെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു ഭയം അവരുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുക്കും. അള്ളാഹിനെ മാത്രം നമ്മൾ പേടിക്കേണ്ട രൂപത്തിൽ പേടിച്ചാൽ നമ്മൾ നിരായുധരാണെങ്കിൽ പോലും ശത്രു മനസ്സിൽ അള്ളാഹു തആല ഭയമിട്ട് കൊടുക്കും. റസൂലുള്ളാഹി പറയാൻ നുസിർതു ബിർറുഅബി മസീറത ശഹരിൻ, ഒരു മാസക്കാലം യാത്ര ചെയ്താൽ എത്താവുന്ന അത്രയും ദൂരെയുള്ള ഒരു ശത്രുവിന് എന്നെ സംബന്ധിച്ചുള്ള ഭയം അള്ളാഹു തആല അവിടെ മനസ്സിൽ ഇട്ടുകൊടുത്ത് അള്ളാഹ് എന്നെ സഹായിച്ചിട്ടുണ്ട്. നബിയുടെ കാലത്ത് ഒരു മാസം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരം, അത്രയും ദൂരെയുള്ള ഒരു ശത്രുവിന് ഇങ്ങ് മദീനയിൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഭയം, ഇത് നബിയുടെ മാത്രം പ്രത്യേകതയാണോ? അല്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മുഴുവനും അല്ലാഹു തആല ഈ നിഅമത്ത് നൽകും എന്ന് ഇതിന്റെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, മുസ്തഖീമായ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് മരണവേളയിൽ ആശ്വാസവും ലഭിക്കും. പിശാച് എത്ര ശല്യപ്പെടുത്തിയാലും ആശ്വാസത്തോടുകൂടെ കണ്ണടക്കാൻ അവസാനം അവന് സാധിക്കും. ഇത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറ ഫുസ്സിലത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങളുടെ ആശയം അതാണ്. ഞാൻ ആയത്ത് വായിച്ചതിന്റെ അർത്ഥം പറയുന്നില്ല, ഞാൻ ഇതിന്റെ ഒരു ചുരുക്കം ഉള്ളടക്കം പറയാം. ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ നേരെ ചൊവ്വെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ മരണവേളയിൽ അവരുടെ അടുക്കൽ മാലാകമാർ ഇറങ്ങി വരും. ധാരാളക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. ഭയം എന്ന് പറയുന്നത് പൊതുവെ ഭാവിയുമായി ബന്ധപ്പെട്ടതും ദുഃഖം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതുമാണ്. മരിക്കുന്ന ഒരാളുടെ ഭാവി എന്താ? മരിക്കുന്ന ആളുടെ ഭാവി തുടങ്ങാൻ അവന്റെ ബർസഖ് മുതൽക്ക് ഇനി അവന്റെ ഭാവിയാണ്. ആ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് പേടിക്കണ്ട എന്ന് മലക്കുകൾ പറയും. ദുഃഖം വേണ്ട എന്ന് പറയുന്നത് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വിട്ടേച്ചു പോകുന്ന മക്കൾ, കുടുംബം, ഭാര്യ, മാതാപിതാക്കൾ തുടങ്ങിയ ആളുകളുടെ അവസ്ഥ ഞാൻ കണ്ണടച്ചു പോയാൽ അള്ളാഹു എന്റെ മക്കളെ കാര്യം എന്താകും എന്നതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, സമാധാനത്തോടുകൂടെ കണ്ണടച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ് മലക്കുകൾ ആശ്വസിപ്പിക്കുമെന്നാണ്. പക്ഷെ 2 നിബന്ധനയാണ് അള്ളാഹു തആല തുടക്കത്തിൽ പറഞ്ഞത്. ഒന്ന്, തൗഹീദ് ശരിയാകണം. 2, സുന്നത്തനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. റബ്ബുന അല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗഹീദ് ശരിയാകണം, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ്. സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ സുന്നത്തും ശരിയാക്കണം, സുന്നത്തനുസരിച്ച് ജീവിക്കുകയും വേണം. അപ്പോഴേ ഈ ഒരു ദറജയിലെത്താൻ പറ്റും. അങ്ങനെ വലിയൊരു ആശ്വാസം നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്വാസം വേണ്ട ഒരു സന്ദർഭമാണത്. അതിന് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മാത്രം ഞാനിപ്പോൾ സൂചിപ്പിക്കാം. മുസ്തഖീമായി ജീവിക്കാൻ ഒരാൾ ശ്രദ്ധിക്കണമെന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന്, അവൻ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നതിന്റെ ഒരർത്ഥവും അതാണ്. ഈ ഋജുവായ വഴിയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണേ എന്നാണ്. അതോടൊപ്പം ഹദീസുകളിലും കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇബ്ലീസ് അള്ളാഹുവിനെ പിടിച്ച് ശപഥം ചെയ്ത് പറയുന്നു, നിന്റെ അടിമകളുടെ ശരീരത്തിൽ ജീവൻ ഉള്ള കാലത്തോളം ഞാൻ അവരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഇബ്ലീസ് പറയുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ മറുപടി, വഇസ്സതി വജലാലി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫിറൂനി
എന്റെ അടിമകൾ എന്നോട് പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഞാൻ അവർക്ക് പാപമോചനം നൽകുകയും ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനോട് എപ്പോഴും അള്ളാഹുവെ പുറത്തു തരണം. നിസ്കാര ശേഷം ഒരു 3 വട്ടം പറഞ്ഞാൽ പോരാ, അത് ധാരാളമായി വർദ്ധിപ്പിക്കണം. അങ്ങനെ ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു മാർഗം അതാണ്. വേറെയും മാർഗങ്ങളുണ്ട്, അതൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയാമിതം പഠിച്ചും മനസ്സിലാക്കിയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടെ കണ്ണടക്കാൻ സാധിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ശാരീരികവും മാനസികവുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരന്മാരും സഹോദരികളുമാരും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയുരാരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار. اللهم احينا على الكتاب والسنة ومتنا مع الإيمان والتوبة.